ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. ഞാൻ ഇന്നൊരു മഷ്റൂം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോവാട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ഈ മഷ്റൂമിൻ്റെ ടേസ്റ്റ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പം ഞാൻ ഇത് വെച്ച് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചുമ്മാ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ച്. എങ്കിൽ പിന്നെ ഉണ്ടാക്കാം. ആദ്യം ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണേ. ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കുറേ വീഡിയോസൊക്കെ നോക്കിയിട്ടാട്ടോ പഠിച്ച്. ഇത് ക്ലീൻ ചെയ്യാൻ സിമ്പിളാണ്. ഇതിൻ്റെ ഈ തണ്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ പതുക്കെ പീൽ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇതിൻ്റെ ആ ഉള്ളിൽ കാണുന്ന ആ ബ്ലാക്ക് കളറ് കളയില്ല എന്നാണ് പറയാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ തണ്ടില്ലേ നമ്മൾ മാറ്റി വെച്ച് അതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കണേ. അതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ച മഷ്റൂമൊക്കെ മഞ്ഞൾ വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ആദ്യം മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകി, പിന്നെ സാധാരണ നോർമൽ വാട്ടറിൽ ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ മഷ്റൂം അധികം നേരം വെള്ളത്തിലിട്ട് വെക്കല്ല കേട്ടോ, അത് വേഗം കുതിർന്നു പോകും. അപ്പോൾ വേഗം പെട്ടെന്ന് കഴുകിയെടുക്കുക. ആദ്യം ഞാനിവിടെ ബിരിയാണീൻ്റെ റൈസ് ഉണ്ടാക്കാൻ പോവാണ്. അതിനു വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. ഇനി ആ വെള്ളത്തിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീഫ് ഇതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതേ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്, എന്നിട്ടൊന്ന് ഊറ്റിയെടുത്തതാണ്. അങ്ങനെ ദേ അരി നന്നായി തിളയ്ക്കുന്നുണ്ട്. ഞാൻ സാധാരണ ചെയ്യാറ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറാണ്, ഒരു 5-10 മിനിറ്റ്. അപ്പം ഞാനിതാ ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ പോവാണേ. അപ്പോൾ ഈ റൈസ് ആവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടി ഇതാ ഞാനൊരു പാൻ എടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്കൊരു 3 സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ സവാള വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു സ്പൂണ് തൈര് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാലയൊക്കെ ഇതിലേക്ക് ആവുന്ന തരത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ മഷ്റൂമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. റൈസും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ മസാലയിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അവസാനം കുറച്ച് മല്ലിയില കൂടി മുകളിൽ വിതറി കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ മഷ്റൂം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ.